ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത് അല്ല പോകാൻ നിൽക്കുന്നില്ലേ പോകുന്നത് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സോനാമാർഗ്. ഈ സോനാമാർഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയകാല ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊന്നും അറിയില്ല, പുതിയ കാല ചരിത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ മഞ്ഞുണ്ട്, കുറേ എന്തൊക്കെ കാണാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് സോനാമാർഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ഉള്ളം കയ്യിലൊതുക്കി ഉള്ള ഈ യാത്ര കേരളത്തിൽ നിന്നും കാശ്മീർ വരെ എത്തിയിരിക്കുകയാണ്. ഈ യാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം പൈസ. പൈസൻ്റെ കാര്യം അറിയാലോ, ഭയങ്കര ഇടങ്ങാറുണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടുകാരുടെ സമ്മർദ്ദങ്ങൾ, നമ്മുടെ യാത്രകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ പോകുന്ന യാത്രയെക്കുറിച്ച് അവരുടെ താല്പര്യമില്ലായ്മ. ഇതൊക്കെ കവർ ചെയ്തിട്ട് വേണം നമുക്കൊരു യാത്ര നടത്താൻ. പിന്നെ നാട്ടുകാരുടെ ഓരോ കുത്തിത്തിരിപ്പ്, പിന്നെ അതുപോലെ എന്താ പറയുക, എല്ലാം കൊണ്ട് ഉടക്കന്നെയാണ് നമ്മളൊരു യാത്ര പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കാശ്മീർ വാലയിലാണ്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സോനാമാർഗിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനുള്ള വണ്ടിയാണ് ഈ വന്നിരിക്കുന്നത്. JK01AO9922. നല്ല നമ്പറാണ്. നാട്ടിലാരെങ്കിലും 8 എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളി, 922 മുകും. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലേക്ക് ബാക്കി 6 പേരും കൂടി എത്താനുണ്ട്. 9:30 പറഞ്ഞിട്ട് ഇപ്പോൾ 10 മണിയായി. പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, അജാതി തണുപ്പാണ് ഇവിടെ. എന്തായാലും നമ്മുടെ ഈ യാത്ര എത്തിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നിയാസ് ബായ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ പരിപാടി. അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. ഈ വണ്ടിയിൽ 100 കിലോമീറ്റർ പോയി സോനാമാർഗ് പോകണം. ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞാൽ അവിടെ ക്ലോസ് ആയിക്കുന്നതാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കവിടെ പോകാമെന്നാണ് പറഞ്ഞത്. ഞാൻ അയാൾ വഞ്ഞിക്കിടുമെന്നൊന്നും അതും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മുടെ യാത്ര സോനാമാർഗിലേക്കുള്ള ഈ യാത്ര ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. കാതോർത്തിരുന്ന് കാണുക, ചെവിയോർത്തിരുന്ന് കേൾക്കുക. ഓക്കെ, ചലോ സോനാമാർഗ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി ഏകദേശം എല്ലാവർക്കും വിശന്ന് തുടങ്ങിയപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. അപ്പോൾ ഹോട്ടലിൽ നിർത്തിയപ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ കാഴ്ചക്ക് സ്കൂൾ പോയവർക്കറിയാം ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നദിയുടെ പേര് സിന്ധു നദി എന്നാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിന്ധു നദി ജല സംസ്കാരം. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ കയറാം. സ്കൂൾ പോകുമ്പോൾ മര്യാദയൊക്കെ ശ്രദ്ധിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ ഈ സിന്ധു നദിയുടെ തീരത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ സിന്ധു നദിയുടെ അരികിലേക്ക് നമ്മളിതാ കടന്നു ചെല്ലുന്നു. സ്റ്റെപ്പ് ഹോ ഗയാ. എന്തൊരു ഭംഗിയുള്ള ഫ്രെയിമുകളാണ് പറയാം. അല്ലെങ്കിൽ ഈ കാശ്മീരിൽ എവിടെ വെച്ചാലും, എവിടെ ക്യാമറ വെച്ചാലും ഭയങ്കരമായിട്ടുള്ള ഭംഗിയായി കാണാം. അതുപോലെ ഭയങ്കരമായിട്ടുള്ള തണുപ്പും. എന്താ അതിൻ്റെ ഒരു ഭംഗി. വലിയ ഉരുളൻ കല്ലുകളാണ്, കണ്ടില്ലേ? ഇത് നമ്മളെ കൂടെ വന്ന പയ്യനാണ്. ഇനിയുണ്ട് 4-5 ആൾക്കാർ ഇനിയുണ്ട്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഈ കാണുന്ന മലനിരകളിൽ എവിടെയോ ആണ് നമ്മുടെ സോനാമാർഗ് ഒളിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും നിങ്ങളുടെ യാത്ര സോനാമാർഗിലേക്ക്. വേണ്ട, ഇറങ്ങിക്കൂട്. ഇത് കാണുമ്പോൾ ഒരു പിരാന്തുണ്ട്, അതൊന്ന് സെറ്റാക്കണം. എൻ്റെ അമ്മോ,
ഒന്ന് പോയാടാ അവിടുന്ന്. അപ്പൊ നമ്മളൊന്നും ഓണം കണ്ടിട്ടില്ലല്ലോ. ഗുൽമാർഗൊന്നും എത്തിയിട്ടില്ല. പോണ റൂട്ടിൽ ചെക്കിംഗ് ആണ്. ഈ ചെക്കിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാ എത്തുക? പടച്ചോനെ എന്താ വൈബ്. അമ്മോ അമ്മേ ये क्या है? എന്റെ സൂസ് താന്നു പോയി. ഓ അച്ഛാ ഫുള്ള് മഞ്ഞ് ഫുള്ള് മഞ്ഞ് ഫുള്ള് മഞ്ഞ്. ഇനി മഞ്ഞിൽ എത്തിയാൽ എന്താ കാണിക്കാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കാണ്. ഞങ്ങളെ സമയം മൊത്തം പോകുന്നതാണ് തോന്നുന്നത്. അപ്പം ഞാൻ വെറുതെ ഇറങ്ങിയാണ്ട് വെറുതെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമല്ലോ. കണ്ടില്ലേ എന്താ വണ്ടീൻ്റെ മേലെ? വണ്ടീൻ്റെ ഉള്ളിലുണ്ടോ? ഇല്ല, വണ്ടീൻ്റെ ഉള്ളിലില്ല. വേറെ ഏതാ വണ്ടി? ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. ഇതുണ്ടല്ലേ പള്ളീൻ്റെ ഒക്കെ ഒരു പള്ളീൻ്റെ മേലെ എല്ലായിടത്തും മഞ്ഞ് വീണെടുക്കുക. കടൻ്റെ മേലെ മഞ്ഞ്, കടൻ്റെ ഉള്ളിൽ മഞ്ഞില്ല. ഡോഗ് അച്ഛാ ഡോഗ്. അയ്യോ കാലു പോയി. ഫുള്ള് ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. ഉണ്ടോ? ഫുള്ള് മഞ്ഞിക്കട. എന്താ മീറ്റോ? ആ കോയിറച്ചി കേട്ടോ. ഫുൾ ജേക്ക ജമ്മു കാശ്മീർ. ഏത് നോക്കണേ, കടൻ്റെ മേലൊക്കെ ഫുള്ള് മഞ്ഞ. അയ്യാ ഓ ഒച്ച ഏതുണ്ട്? ആ മെല്ലെ പോയിക്കോളി. എന്താ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീനറി നോക്കണേ. കാക്കകൾ മേലെ നിന്ന് കാക്കാന്ന് പറയുന്നു. നമ്മക്ക് മഞ്ഞ് കാണാൻ ഭംഗിയാണെന്നുണ്ടെങ്കിൽ തന്നില്ലേ ഓരോരുത്തരുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഇപ്പോൾ വരുമെന്നാണ് തോന്നേണ്ടത്. ചിലപ്പോൾ ഈ യാത്ര ഇവിടം വരെ വെച്ച് ഒഴിവാക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞ് വേണ വീണിട്ട് ഫുള്ള് റോഡ് ക്ലോസ് ആണല്ലോ. അപ്പോൾ ചെയിനുള്ള ടയറുള്ള വണ്ടികൾ മാത്രം കയറുന്നുള്ളതാണ് കിട്ടിയ വിവരം. സങ്കടത്തിലാണിപ്പോൾ. ഞാൻ ചിലപ്പം ചീത്ത കേൾക്കും, ചിലപ്പം ചീത്ത കേൾക്കില്ല. ഈ വഴി കൂടെ ഒക്കെ ഒന്നുണ്ടേ ഇറങ്ങിപ്പോയി നോക്കട്ടെ ബാക്കിലത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണുള്ളത്. വീട്ടിലത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഫുള്ള് മഞ്ഞായിട്ട് ഇവിടെ വെള്ളം എടുക്കേണ്ട ഒരു കാഴ്ച കണ്ടില്ലേ. ഞാൻ വിചാരിച്ച പോലെ ഇക്കാരം വെള്ളം വരുന്നത്, അതൊന്നുമില്ല. നല്ല ശുദ്ധമായ വെള്ളം പനിഹ. നടന്ന് വഴിയൊക്കെ സെറ്റാക്കിക്കണം. നടക്കാൻ മാത്രമുള്ള വഴിയുണ്ട് സെറ്റാക്കിയിട്ട. ബാക്കി ചുറ്റും മഞ്ഞാണ്. ഇതുവരെ വീട്ടിലേക്കുള്ള വഴിയാവുന്നത്. ഇത് കണ്ടില്ല, കംപ്ലീറ്റ് മഞ്ഞാട്ടാ, ഒരു രക്ഷയില്ല. ബാത്റൂമേ അവിടേക്കൊന്നും നമുക്ക് പോണ്ട. എൻ്റെ അമ്മ പ്യുവർ വൈറ്റ്. ഈ വൈറ്റ് കൂടുതൽ വീഡിയോ. എന്തായാലും നമുക്ക് കൂടുതൽ അങ്ങോട്ട് താഴത്ത് കറിയാൻ പറ്റില്ല. വെറുതെ എന്തിനാ ചീത്ത കേൾക്കണേ. എൻ്റെ കർത്താവ്, ഇത് കണ്ടില്ലേ? അയ്യോ കണ്ടില്ല, ഒരു ടാറ്റാ സുമോ ഫുള്ള് മഞ്ഞായിക്കണേ. എൻ്റെ അമ്മ കിട്ടിയ ഗ്യാപ്പില് കുറെ ആൾക്കാർ വണ്ടി നിറങ്ങിയാണ്ട് കളിക്കാണ് ഇവിടെ. സോനാമർ ഭയ്യാ ഗഗാംഗിർ എവിടേക്കാലും പോട്ടെ. നമുക്ക് സോനാമർ. വെൽക്കം സഡ്മോ ടണൽ. ഇവിടെ ടണലൊക്കെ ഉണ്ട് തോന്നുന്നത്. എന്തായാലും കംപ്ലീറ്റ് വണ്ടികളും
ഇവിടെ നിന്നൊക്കെയാണ് തിരിച്ചു വരുന്നത്. എന്താ അവസ്ഥ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ സ്വപ്നം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഹൈറ്റ് ലിമിറ്റ് 5.5 മീറ്റർ വലിപ്പമുള്ള വണ്ടികൾക്ക് ഇവിടെ കയറാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ സോനാമാർഗില് നമുക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. എന്നാലും മഞ്ഞ് കണ്ടാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മള് वाली वाली नहीं है, नहीं चलेगा अदक्को और गया बंद है ना। हाँ पानी वाले अकड़ा है। पता कि आप उधर हमारा टाइम वेस्ट हो जाता भैया। मेरे पास ഞങ്ങൾ വേറെ വഴി മാർഗത്തിലൂടെ സോനാമർഗിലേക്ക് പോവുകയാണ്. ए भैया ये सोनामर्ग वही है? हाँ, सोनामर्ग का फर्स्ट विलेज। വലിയൊരു വില്ലേജാണിത്. അതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. കണ്ട കണ്ട ഈ നടുവില് കാണുന്നത് ടണലാണ്, ടണൽ റോഡ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. അതിന് പകരമാണ് നമ്മൾ ഇതിൽ കൂടെ പോണത്. അവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ബ്ലോക്കും മഞ്ഞൊക്കെ കൂടി വടി മഞ്ഞാണ്. പക്ഷെ എന്താന്നാവും, ഇതിൽ കൂടെ പോകാൻ പറ്റും, അതിൽ കൂടെ പോകാൻ പറ്റില്ല. ഡൈവർ വാല ചായ. वेलकम टू दुबई। दुबई हो? कश्मीर अല്ലേ? मारी है वेल कश्मीर वेल फ्रेश स्नोफॉल कम। ओ പച്ചക്കറി പഴം പച്ചക്കറി ഭായി സൂപ്പറാണ്. ഭായി വരാണ്, എല്ലാരോടും ഇങ്ങോട്ട് വരാൻ അല്ലേ ഭായി? എന്നാലേ നമുക്കെല്ലാം പണി ഉണ്ടാവുള്ളൂ. പിന്നെ അടിപൊളി പാലം. ഇയാളത് എന്തൊക്കെയാ പറയണേ? ഞാൻ അതിന് ഉത്തരവാദിയല്ലോ. മൂപ്പര് പറയണേ ഇവിടെ ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാല് ഇവിടെ ഫുൾ ഗ്രീൻ, ഫുൾ പച്ചയായി കയറാം അല്ലേ ഭയ്യ? അപ്പൊ എല്ലാരും ആവോ ഏപ്രിൽ വരിക. അപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ ഫുൾ ഗ്രീൻ ആവും, മഞ്ഞും ഉണ്ടാവും. അപ്പൊ നല്ല സീനറി കയറാം. ഇപ്പൊ ഫുള്ള് പൂരാ മഞ്ഞ അല്ല ഭയ്യ? पूरा मंजन है। इधर देखो लोकल टैक्सी इधर तक आता है। लोकल टैक्सी इधर तक आएगा, पैसा लेगा, वापस जाएगा। हम आगे जाएगा, हम आपकी वजह से आगे जाएगा। टेंशन मत लो। സുഹൃത്തുക്കളെ, നമ്മുടെ പ്രതീക്ഷ വീണ്ടും തെറ്റിയിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ വീണ്ടും ബ്ലോക്കാണ്. അപ്പൊ സോനാമാർഗ് ക്യാൻസലായി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ബോർഡറാണ് തോന്നുന്നത്, എന്തോ ഒരു സംഭവം. ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ക്യാൻസലാവുന്നതാണ്, കഴിയുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഇതെന്താ JCB? മഞ്ഞ് മാറ്റൽ വണ്ടി. ഇതിന് എന്ത് പേരിടാം? ടയറും ഒക്കെ കണ്ടില്ലേ, മഞ്ഞാണോ കൊണ്ട് റൂട്ടുണ്ടാക്കിയാണ്ടാ.